കോടികൾ മുടക്കി നവീകരിച്ച മുക്കമങ്ങാടിയിലെ തെരുവുവിളക്കുകൾ കത്താത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. തെരുവുവിളക്കുകളുടെ ചുവട്ടിൽ മെഴുകുതിരി തെളിയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരം മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിഷാബ് മുല്ലോളി ഉദ്ഘാടനം ചെയ്തു. കോടികൾ മുടക്കി നവീകരിച്ച മുക്കമങ്ങാടിയിലെ തെരുവുവിളക്കുകൾ കത്താത്തതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. തെരുവിളക്കുകളുടെ ചുവട്ടിൽ മെഴുകുതിരി തെളിയിച്ചായിരുന്നു പ്രതിഷേധം. 7.5 കോടിയോളം രൂപ ചെലവഴിച്ച് മുക്കമങ്ങാടി നവീകരിച്ചതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച തെരുവിളക്കുകളിൽ ഭൂരിഭാഗവും കത്തുന്നില്ലെന്നും ചില തെരുവിളക്കുകളുടെ കാലുകളിൽ ലൈറ്റുകൾ തന്നെ നഷ്ടപ്പെട്ട നിലയിലുമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. തെരുവിളക്കുകൾ കത്താതായതോടെ മുക്കമങ്ങാടിയിലെ വ്യാപാരികളും അങ്ങാടിയിലെത്തുന്ന പൊതുജനങ്ങളും രാത്രി സമയങ്ങളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി തവണ നഗരസഭാധികൃതരെ വിവരമറിയിച്ചിട്ടും പരിഹാരം കാണാനായില്ലെന്നും തുടർന്നാണ് പ്രതിഷേധവുമായി എത്തിയതെന്നും സമരക്കാർ പറഞ്ഞു. സമരം മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിഷാബ് മുല്ലോളി ഉദ്ഘാടനം ചെയ്തു. കോടിയോളം രൂപ ചെലവഴിച്ച് മുക്കം സൗന്ദര്യവൽക്കരണത്തിന് പേര് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി മുക്കം മുനിസിപ്പാലിറ്റി നടത്തിയ പദ്ധതികളെല്ലാം ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുക്കം നഗരസഭയിലെ ഒരു തെരുവുളുക്കളും ഇന്ന് കത്തുന്നില്ല എന്ന കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഈ നോൽമ്പ് കാലങ്ങളും പെരുന്നാളും വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരുപാട് വ്യാപാരികൾക്കും യാത്ര ചെയ്യേണ്ട ഈ സാഹചര്യത്തിൽ ദിവസങ്ങളായി ഇവിടെ തെരുവുകൾക്ക് കത്താതിരിക്കുകയാണ്. ഇതിനെതിരായി പല തവണ മുനിസിപ്പൽ ചെയർപേഴ്സണോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഫോൺ മുഖാന്തരം നമ്മുടെ നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഈ വിഷയങ്ങൾ തീർക്കുവാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മുക്കം മണ്ഡലം പ്രസിഡന്റ് ലറിൻ റാഹത്ത് അധ്യക്ഷനായി. നിയോജകമണ്ഡലം സെക്രട്ടറി മുൻതിർ ചേന്നമംഗലൂർ, ജിതിൻ മണാശ്ശേരി, സലീഷ് ചേന്നമംഗലൂർ, ബൈജു ഒക്കെ, നിഷാദ് നീലേശ്വരം, ഫർഹാൻ, സിയാദ്, ജംനാസ്, ശ്യാംബാബു, ബഷീർ തെച്ചിയാട്, പ്രഭാകരൻ മുക്കം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.